ഈ ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോ കണ്ടപ്പം എനിക്ക് 2018 നടന്ന എന്റെ പ്രഗ്നൻസിയാണ് ഓർമ്മ വന്നത്. ഇതേ കിംസ് ഹോസ്പിറ്റലായിരുന്നു ട്രിവാൻഡ്രത്ത് അന്ന് എന്റെയും ഡെലിവറി. കിംസ് ഹോസ്പിറ്റൽ അന്ന് ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഭർത്താവിനെ കൂടെ ലേബർ റൂമിൽ കയറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്റെ മനസ്സിലെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസവിക്കാൻ കയറുന്നു, ഭർത്താവ് നമ്മളെ കൂടെ കയറുന്നു, തല തടവി തരുന്നു, പുഷ് പുഷ് എന്ന് പറയുന്നു, നമ്മൾ പ്രസവിക്കുന്നു, കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ലേബർ റൂമിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് വരുന്നു. ഇതൊക്കെയായിരുന്നു എന്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ. ഹസ്ബൻഡിന്റെ ലേബർ റൂമിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ എന്റെ നേർക്ക് വന്ന കുത്തുവാക്കുകളുടെ അമ്പുകൾ ചില്ലറയൊന്നുമല്ല. അയ്യേ, ഭർത്താവിന് ലേബർ റൂമിൽ കൂടെ കയറ്റാൻ പോണ, ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അയ്യേ, ഇവരെയൊക്കെ ഇത് കാണിക്കാൻ കൊള്ളാൻ പറ്റും. ആമ്പിള്ളേർക്ക് ഇതൊക്കെ കാണാനുള്ള ത്രാണിയുണ്ട്. ആമ്പിള്ളേർക്ക് കാണാനുള്ള ത്രാണിയില്ല, പക്ഷെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാനുള്ള ത്രാണിയുണ്ട്. അന്ന് അവരോടൊക്കെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല ഗർഭിണിയായത്. ഇറ്റ് ഈസ് എ മ്യൂച്വൽ പ്രൊസീജിയർ വേർ ബോത്ത് പാരന്റ്സ് ആർ